soprattutto quando ci sono grandi problemi da affrontare, c'è la sensazione che il male sia più forte e viene da chiedersi che cosa devo fare. ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യതയെ പുൽകുന്നു. ഒരു കത്തോലിക്ക സഭയുടെ പാപ്പയായിട്ടല്ല, ജനങ്ങളുടെ പാപ്പയായിട്ടാണ് അദ്ദേഹം ഹൃദയങ്ങളിലേക്ക് കസേര വലിച്ചിട്ടത്. അതുകൊണ്ട് തന്നെ മറ്റേതൊരു മാർപ്പാപ്പമാരേക്കാളും അധികമായി ജനങ്ങളും മാധ്യമങ്ങളും അദ്ദേഹത്തെ സ്വന്തം പാപ്പയായി കാണുന്നു എന്നുള്ളതാണ് ഈ പാപ്പയുടെ വ്യതിരക്തത. അദ്ദേഹം ചരിത്രത്തിലേക്ക് വരുന്നത് തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ്. 2013 മാർപ്പാപ്പയായ ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാപ്പാസ്ഥാനത്തിന് ശേഷമുള്ള അദ്ദേഹം നടത്തുന്ന പാരഡൈം ഷിഫ്റ്റുകൾ ഓരോ മേഖലകളിലും അടുത്തിരുന്ന് കാണാനുള്ള ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുടെ പേരാണ് ആദ്യമായ ആളുകളിൽ അങ്കലാപ്പുണ്ടാക്കിയത്. കാരണം ഇന്നോളം ചരിത്രത്തിൽ ആരുവരെ സ്വീകരിക്കാത്തൊരു പേര്, ഫ്രാൻസിസ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെല്ലാം ചിന്തിച്ചിരുന്നു, അദ്ദേഹം ഈശോസഭാംഗമാണ്, ഈശോസഭാംഗമായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ പേരായിരിക്കാം അദ്ദേഹം എടുത്തിരിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മളെല്ലാവരും ഞെട്ടിച്ചത് അത് ഫ്രാൻസിസ് അസീസിയുടെ പേരായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ വിപ്ലവത്തിൻ്റെ തുടക്കമാണെന്ന് അന്നേ ആളുകൾ ചിന്തിച്ചിരുന്നു. കാരണം പാവപ്പെട്ടവരുടെ മനുഷ്യസ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഒരു ആൾരൂപമായി അറിയപ്പെട്ടിരുന്ന അസീസിയിലെ ഫ്രാൻസിസ്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ശൈലി, ഏതു തരത്തിലുള്ള പാപ്പാസ്ഥാനമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും താൻ മുൻകൂട്ടി കാണുന്നതെന്നും ആ പേരിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. പേര് വെറുമൊരു പേരല്ല, ആ പേര് പലതും സംസാരിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫ്രത്തേലി തുത്തി, ഏവരും സഹോദരങ്ങൾ എന്ന് പറയുന്ന ചാക്രിക ലേഖനം വീണ്ടും മറ്റൊരു ഫ്രാൻസിസിൻ്റെ അവതാരത്തിന് നമ്മൾ കാണുകയുണ്ടായി. കാരണം വർഷങ്ങൾക്ക് മുമ്പ് സുൽത്താൻ്റെ പാളയത്തിലേക്ക് ഫ്രാൻസിസ് കുരിശുയുദ്ധകാലത്ത് കടന്നുപോയത് സുൽത്താനെ മാമോദീസ മുക്കാനല്ല, സുൽത്താനെതിരെ പടവെട്ടാനുമായിരുന്നില്ല, മറിച്ച് സുൽത്താനുമായി സാഹോദര്യത്തിൻ്റെ ഭാഷയിൽ ഒരു സംവാദവും സമ്മേളനവും, സാഹോദര്യത്തിൻ്റെ ഭാഷയിൽ ഒരു സംവാദം നടത്താനായിരുന്നു. അത് സൗഹൃദത്തിൻ്റെ പേരിലായിരുന്നു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഗ്രാൻഡ് ഇമാം അഹമ്മദ് തയ്യീബുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ സംസാരിച്ചപ്പോൾ അത് ലോക ചരിത്രത്തിന് മുമ്പിൽ ഇസ്ലാം ക്രിസ്ത്യൻ മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു ചുവടുവയ്പായി. ഇത്തരത്തിൽ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്ത ഓരോ കാര്യങ്ങളും വ്യത്യസ്തതയുള്ളതായിരുന്നു എന്ന് മാത്രമല്ല, ക്രിസ്തു നിലപാടുകളെ കുറെ കൂടി സിമ്പിളായി, കുറെ കൂടി ക്ലാരിറ്റിയോടെ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാല് കഴുകാൻ ഒരു മാർപ്പാപ്പ ചെല്ലുന്നു. ചരിത്രത്തിൽ ഇന്ന് വരെ പുരുഷന്മാരുടെ കാലേ കഴുകിയിട്ടുള്ളൂ. പക്ഷേ ഈ മാർപ്പാപ്പ കാല് കഴുകുമ്പോൾ ആദ്യത്തെ കാല് കഴുകുന്നത് ഒരു പെണ്ണിൻ്റെ കാലാണ്. കരഞ്ഞുകൊണ്ടാണ് അവരത് നോക്കുന്നത്. രണ്ടാമതൊരു തടവുപുള്ളിയുടെയാണ്. മൂന്നാമത് മേലാസകലം രോഗം ബാധിച്ച ഒരു മനുഷ്യനെയാണ്. ഇങ്ങനെ ഓരോരുത്തരുടെ പാദങ്ങൾ കഴുകുന്നു. അതിൽ ഒരു മുസ്ലിം സഹോദരിയുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കഴുകി കാണുമ്പോൾ ലോകവും മാധ്യമങ്ങളും അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്, ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. ആ ആൾക്കൂട്ടത്തിന് വെളിയിൽ ഞാനും ഉണ്ടായിരുന്നു. അവിടെ ഒരു സ്ത്രീ പറയുന്നത് കേട്ടു, ഇവിടെ ക്രിസ്തു മണക്കുന്നുണ്ട്, ഇവിടെ ക്രിസ്തു മണക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാല് കഴുകൽ പോലും ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. മേലാളന്മാരുടെ പാദങ്ങൾ കഴുകാൻ എളുപ്പമാണ്, പക്ഷേ അവഗണിക്കപ്പെട്ടവരെ, സമൂഹം മാറ്റി നിർത്തപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, അരികവൽക്കരിക്കപ്പെട്ടവരുടെ പാദങ്ങൾ കഴുകുക എന്ന് പറയുമ്പോൾ ഈ സഭ നിങ്ങളോട് കൂടെയാണ്, ഈ സഭ നിങ്ങൾക്കും കൂടി സ്പേസ് ഉള്ളതാണ് എന്ന് പറയുന്ന ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ. വീണ്ടും LGBTQIA+ കാറ്റഗറിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ മാർപ്പാപ്പയുടെ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധേയമാണ്. അവരെ വിധിക്കാൻ ഞാൻ ആരാണ്? ആരാണ് നന്മയെന്നും ആരാണ് തിന്മയെന്നും ദൈവം വിധിക്കട്ടെ. അവരും മനുഷ്യരാണ്, അവരോടും കരുണ കാണിക്കണം, അവർക്കും നിയമത്തിൻ്റെ പരിരക്ഷ വേണം, അവർക്കും നമ്മുടെ സ്നേഹം വേണം എന്ന് പറയുമ്പോൾ ഈ 2025 നിന്ന് നോക്കുമ്പോൾ ആ മാർപ്പാപ്പ പറഞ്ഞത് ചെറുതല്ലാത്തൊരു വിപ്ലവമാണ്. കാരണം ഇന്നും LGBTQIA+ കാറ്റഗറിയൊക്കെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കത്തോലിക്ക സഭ പരിശ്രമിച്ച് തുടങ്ങുന്നേയുള്ളൂ. അപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ്. അത് തീർച്ചയായും ക്രിസ്തുവിൻ്റെ നിലപാടായിരുന്നു എന്നുള്ളതാണ്. ഇനി ലോകമാസകലം ഇസ്ലാം വിരുദ്ധതയും കുടിയേറ്റ വിരുദ്ധതയും യൂറോപ്പിൽ ആകമാനം പടർന്നിരിക്കുന്ന സമയത്ത് മാർപ്പാപ്പ അപരമതങ്ങളെ മാനിക്കേണ്ടതിനെപ്പറ്റി, സ്നേഹിക്കേണ്ടതിനെപ്പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. 2016 തോന്നുന്നു, ഒരു ഫ്ലൈറ്റ് യാത്രക്കിടയിൽ മാധ്യമങ്ങളുടെ ചോദ്യമാണ്. അന്നേ ദിവസമാണ് ഫ്രഞ്ച് വൈദികനായ ഒരു 86 വയസ്സ് പിന്നിട്ട ഫ്രഞ്ച് വൈദികനെ ഇസ്ലാം ഭീകരവാദികൾ കഴുത്ത് ഞെരിച്ചു കൊന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാം ഭീകരവാദത്തെപ്പറ്റി മാർപ്പാപ്പ എന്ത് പറയുന്നു എന്നറിയാനാണ് ചോദ്യം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മറുപടി എങ്ങനെയായിരുന്നു? ഇസ്ലാം ഭീകരവാദത്തെപ്പറ്റി പറയണമെങ്കിൽ ഞാൻ ക്രിസ്ത്യൻ ഭീകരവാദത്തെപ്പറ്റിയും പറയണം. കാരണം ഞാൻ താമസിക്കുന്നത് റോമിലാണ്. അവിടുത്തെ പത്രങ്ങൾ നോക്കുമ്പോൾ എല്ലാ ദിവസവും കൊലപാതകത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും പിടിച്ചു പറയുന്ന വാർത്തകളൊക്കെ ഞാനും കാണുന്നുണ്ട്.
അതിലെ പേരുകളെല്ലാം പലതും ക്രിസ്ത്യൻ നാമധാരികളാണ്. അപ്പോൾ തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അതിനെ തെറ്റായി തന്നെ കാണുക, ആ തെറ്റിന് മതം കൽപ്പിച്ചു കൊടുക്കാതിരിക്കുക എന്നതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉത്തരം. എന്ത് മനോഹരമായ മറുപടിയാണ്! ഇത്തരത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ നിലപാടുകളും, കുടിയേറ്റക്കാരെ, നിങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന് പറയുന്നൊരു മാർപ്പാപ്പ, ലാംപെദൂസയിൽ പോയി തൻ്റെ പൂർവികർ ഇതുപോലുള്ള കുടിയേറ്റക്കാരായിരുന്നുവെന്ന് ലോകത്തോട് പറഞ്ഞൊരു മാർപ്പാപ്പ. തീർച്ചയായും ആ സമയത്ത് മാർപ്പാപ്പയുടെ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. കുടിയേറ്റക്കാരെ ഭയത്തോടെയും അഭയാർത്ഥികളെ പേടിയോടെയും യൂറോപ്പ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്കൊരു മുഖമുണ്ട്, അവർക്കൊരു ശബ്ദമുണ്ട്, അവർക്കൊരു ജീവിതമുണ്ട്, അവരുടെ ഉള്ളിൽ ദൈവമുണ്ട് എന്ന് പറഞ്ഞ ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ. അതിനേക്കാളൊക്കെ ശ്രദ്ധേയമാണ് ഇവാഞ്ചലി ഗൗദിയമിൽ മാർപ്പാപ്പ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അന്ന് ട്രംപ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യ സമയമാണ്. എത്ര ധൈര്യത്തോടെയാണ് അദ്ദേഹം മുതലാളിത്തത്തെ, ക്യാപിറ്റലിസത്തെ എതിർത്തത്. നിങ്ങളുടെ പണത്തിനു മുകളിൽ മനുഷ്യന് മൂല്യങ്ങളുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ അമേരിക്കയെ നോക്കി അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ്. എത്ര പാപ്പമാർക്ക് ഈ മുതലാളിത്ത സമൂഹത്തിനെതിരെ ശബ്ദമുയർത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല, ട്രംപിൻ്റെ മെക്സിക്കൻ വാളിനെ പറ്റിയൊക്കെ തീർച്ചയായിട്ടും എതിർത്തു എന്നുള്ളതാണ്. ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവസാന സമയം പോലും അദ്ദേഹം സംസാരിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഗാസയിലെ പീഡ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്, പലസ്തീനിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. തീർച്ചയായും നമ്മൾ പറയാറുണ്ട് മാർപ്പാപ്പമാരെ ലോകത്തിൻ്റെ മനസ്സാക്ഷിയെന്ന്. പക്ഷേ എല്ലാ അർത്ഥത്തിലും ലോകത്തിൻ്റെ മനസ്സാക്ഷിയായി ഒരാൾ വർത്തിച്ചു എന്നതാണ് മാർപ്പാപ്പയുടെ കാലം നമ്മളെ അടയാളപ്പെടുത്തുന്നത്. എത്ര സിമ്പിളായാണ് അദ്ദേഹം ജീവിച്ചത്. ആദ്യത്തെ വാർത്തകൾ തന്നെ ഊർബിയ തോർബി, സഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള മാർപ്പാപ്പയുടെ ആദ്യത്തെ ആശീർവാദമാണ്. ആരാണ് ഈ വരുന്നതെന്ന് കാണാനായിട്ട് സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ആളുകൾ ആയിരങ്ങൾ തടിച്ചുകൂടി നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അദ്ദേഹം കൈകൾ ആശീർവദിക്കാൻ ഉയർത്തുന്നതിന് മുമ്പ് കുനിഞ്ഞു നിന്നിട്ട് ലോകത്തോട് പറഞ്ഞു, ഞാൻ ആശീർവദിക്കാൻ കൈകൾ ഉയർത്തും മുമ്പ് നിങ്ങൾ എന്നെ ആശീർവദിക്കുക, കാരണം ഞാനൊരു പാപിയാണ്. അവിടെ തുടങ്ങി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലാളിത്യത്തിൻ്റെ പാരഡൈം ഷിഫ്റ്റ്. പിന്നെ നമ്മൾ കാണുന്നത് പാപ്പയായി കഴിഞ്ഞു, പക്ഷെ അതുവരെ താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മുറിക്ക് വാടക കൊടുക്കാനായിട്ട് ബാഗും പിടിച്ച് ക്യൂ നിൽക്കുന്നൊരു പാപ്പയെ. പിന്നീട് വത്തിക്കാനിൽ മാർപ്പാപ്പമാർക്കുള്ള കൊട്ടാരം വിട്ടിട്ട് സാന്താ മർത്തയിലേക്ക് താമസം മാറ്റുന്ന സാധാരണക്കാരനായ മാർപ്പാപ്പയിലേക്ക്. പിന്നെ നമ്മൾ കാണുന്നത് റോമിൻ്റെ തെരുവുകളിൽ എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാവുന്ന, കണ്ണാടിക്കടയിൽ വന്ന് കണ്ണാടി വാങ്ങിക്കുന്നൊരു മാർപ്പാപ്പ. ഇത്തരത്തിൽ അദ്ദേഹം വളരെ സിമ്പിളായി, വളരെ ജെനുവിനായി തൻ്റെ സിംപ്ലിസിറ്റിയെ ലോകത്തിന് കൊടുത്തു എന്നുള്ളതാണ്. അത് മറ്റൊരു വിപ്ലവം കൂടിയാണ്. ഒരു രണ്ടാം ഫ്രാൻസിസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദരിദ്രമായൊരു സഭ, പാവങ്ങളുടെ സഭ, ഈ സഭ നിങ്ങളുടെ കൂടെ ആയിരിക്കണം. എല്ലാ അർത്ഥത്തിലും ഒരു സാധാരണക്കാരനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വലിയ ഡോക്മകളോ ദൈവശാസ്ത്രപരമായ ബുദ്ധിമുട്ടുള്ള സംസാരങ്ങളോ ഒന്നുമില്ല. ഏതൊരു സാധാരണക്കാരനും, ഒരു സാധാരണ വീട്ടമ്മയ്ക്കോ കർഷകനോ കുഞ്ഞിനോ പോലും മനസ്സിലാകുന്ന സിമ്പിളായിട്ടുള്ള ടീച്ചിങ്ങുകൾ, ഏറ്റവും പരിചിതമായ ഉദാഹരണങ്ങൾ. അതുകൊണ്ട് തന്നെ പറയുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാകും എന്നുള്ളതാണ്. അദ്ദേഹം എഴുതിയ ലേഖനങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതുവരെയും ചാക്രിക ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യന് മനസ്സിലാകാത്ത കടുകട്ടിയുള്ള ഭാഷാ പ്രയോഗങ്ങളെ അദ്ദേഹം കംപ്ലീറ്റ് മാറ്റി ഡിറക്റ്റ് ആൻഡ് സ്ട്രെയിറ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടത് പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരനായ പാപ്പയെന്ന് എല്ലാ അർത്ഥത്തിലും പറയാൻ പറ്റും. എടുക്കുന്ന ടോപ്പിക്കുകളാണെങ്കിലും പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഉപയോഗിക്കുന്ന ശൈലിയാണെങ്കിലും അദ്ദേഹം കൊണ്ടുവന്ന ഈ പാരഡൈം ഷിഫ്റ്റ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശൈലിയാണ്. ക്രിസ്തുവിനെ നിങ്ങൾ ഭാരപ്പെടുത്തരുത്, ക്രിസ്തുവിനെ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഈ സുവിശേഷവും ഈ ക്രിസ്തുവും പച്ചവെള്ളം പോലെ ഇത്ര സിമ്പിളാണ്, ഇത്ര ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്ത ബ്രേവ് സ്റ്റെപ്പുകളെ പറ്റി നമ്മൾ മറക്കരുത്. കാരണം വത്തിക്കാൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, വത്തിക്കാൻ ബാങ്ക് അന്ന് വരെ ഒരുപാട് കരിനിഴൽ വീഴ്ത്തിയിരുന്ന, ഒരുപാട് ട്രാൻസ്പെറൻസിയുടെ കുറവുണ്ടായിരുന്നൊരു ബാങ്കായിരുന്നു. മാർപ്പാപ്പ നടത്തിയ ആദ്യത്തെ ശുദ്ധീകരണം ആ സാമ്പത്തിക ക്രമക്കേടുകളെ മാറ്റുക എന്നുള്ളതാണ്. എത്രയും വേഗം അതിനെ ട്രാൻസ്പെറൻസി തിരിച്ചു കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഇനി ഡിക്കാസ്റ്റുകളിൽ അനാവശ്യമായി കടിച്ചു തൂങ്ങിക്കിടന്നിരുന്ന പലരെയും അദ്ദേഹം ഒഴിവാക്കി, സ്റ്റാഫുകളുടെ എണ്ണം കുറച്ചു. ഡിക്കാസ്റ്റുകളുടെ തലപ്പത്തേക്ക് ആദ്യമായിട്ട് വനിതകൾ വരുന്നു, സന്യാസിനികൾ വരുന്നു, അൽമായർ വരുന്നു. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം തൻ്റെ പാരഡൈം ഷിഫ്റ്റ് ഓരോ മേഖലകളിലേക്കും കൊണ്ടുവന്നത് എന്ന് തന്നെ നോക്കുക. ഇനി അതുവരെ ലൈംഗിക അപവാദങ്ങളുടെ കഥകളായിരുന്നു വത്തിക്കാന് പറയാനുണ്ടായിരുന്നത്, ലോകമാധ്യമങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നത്. അദ്ദേഹം വന്നിട്ട് എത്ര പേരെയാണ് അവിടെ നിന്ന് മാറ്റിയത്. എന്തിനേറെ പറയുന്നു, എത്ര കർദിനാളന്മാർ വരെ, വലിയ പദവികൾ അലങ്കരിച്ചിരുന്ന, വളരെ ശ്രേഷ്ഠതയെ കരുതപ്പെട്ടിരുന്ന പല കർദിനാളന്മാരെയും അദ്ദേഹം രാജിവെപ്പിച്ച് പുറത്താക്കി. കർദിനാൾ ജൊവാനി ആഞ്ചലോ ബെച്ചു, എഡ്ഗാരിക് മക്കാരിക്, ഇവരുടെയൊക്കെ രാജി ലോക ചരിത്രത്തിൽ തന്നെ ഒരു മാർപ്പാപ്പ എടുത്ത ഏറ്റവും ബ്രേവ് സ്റ്റെപ്പാണ്. അതുകൊണ്ട് തന്നെ പലരുടെയും കണ്ണിലെ കരടാകാനും മാർപ്പാപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും താൻ എടുക്കുന്ന നിലപാടുകൾ
ക്രിസ്തു ഉണ്ടാകണം, സത്യമുണ്ടാകണമെന്ന് തീർച്ചയായിട്ടും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് വത്തിക്കാൻ കാര്യാലയം പോലും പാപ്പാസ്ഥാനത്തിൻ്റെ കുഷ്ഠമാണെന്ന് ഒരു മാർപ്പാപ്പയ്ക്ക് പറയാൻ പറ്റിയത്. എത്ര ബ്രൈവാണത്! തീർച്ചയായും ലോക ചരിത്രത്തിൽ പലതുകൊണ്ടും ഓർമ്മിക്കപ്പെടേണ്ട ഒരു മാർപ്പാപ്പയാണ്. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു ചിത്രം, സൗത്ത് സുഡാനും നോർത്ത് സുഡാനും തമ്മിലുള്ള വലിയ കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാർപ്പാപ്പ 2 പ്രസിഡന്റുമാരെയും കാണാൻ ചെന്നു. ആദ്യത്തെ പ്രവൃത്തി അവരുടെ കാലുകളിൽ വീണിട്ട് ദയവ് ചെയ്ത് യുദ്ധം അവസാനിപ്പിക്കുക, സമാധാനം ഉണ്ടാവണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ലോകത്തിൻ്റെ മനസ്സാക്ഷിയാണ്. ഇവിടെ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ മാർപ്പാപ്പ നമ്മുടെ പക്ഷത്തുണ്ടല്ലോ എന്നൊരു ആശ്വാസമാണ്. അത്തരത്തിൽ ലോക ചരിത്രത്തിൽ ഒരു മാർപ്പാപ്പ ഇടപെടേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഒരു സാധാരണ മനുഷ്യനെ പോലെ ക്രിസ്തു ബോധത്തോടെ ഇടപെട്ടു എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളിൽ അവശേഷിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം തുടങ്ങി വെച്ചത് ഒരു വിപ്ലവമാണ്. അദ്ദേഹം ഇന്ന് ഓർമ്മയായി നിത്യതയിലേക്ക് പോകുമ്പോൾ ഇനി സഭയെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം തുടങ്ങി വെച്ച സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാവമായിരിക്കട്ടെ, അതിൻ്റെ തുടർച്ചയായിരിക്കട്ടെ എന്നത് മാത്രമാണ് ആശംസിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളത്. മാർപ്പാപ്പയ്ക്ക് പ്രണാമം.